പശ്ചിമേഷ്യയുടെ ആകാശത്ത് ഉരുണ്ടുകൂടിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല. ഇതുവരെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് US പ്രതിരോധ വകുപ്പ് പറയുന്നത്. 365 പേർക്ക് പരിക്കേറ്റു. അമേരിക്ക ബോംബിട്ട മിസൈൽ ബങ്കറുകൾ മണിക്കൂറുകൾക്കകം വീണ്ടെടുക്കാൻ ഇറാന് കഴിയുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഞെട്ടിച്ചിരിക്കുന്നുവെന്നാണ് മധു കൊട്ടാരക്കര പറയുന്നത്. മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പറയൂ മധു, ശരിക്കും ഈ യഥാർത്ഥത്തിൽ ഈ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധ സ്ട്രാറ്റജിയെ തന്നെ അണ്ടർറൈറ്റ് ചെയ്യാൻ അമേരിക്കയ്ക്കായി എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ ചർച്ചകൾ നടക്കും തന്നെ പ്രസിഡന്റ് ട്രംപിന് ഇറാന്റെ ശക്തിയെപ്പറ്റി ഒരു സംശയമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സ്റ്റീവ് വിറ്റ്കോഫിനെ ആയിരുന്നു ചർച്ചകൾക്കായിട്ട് ഏൽപ്പിച്ചിരുന്നത്. ട്രംപ് അന്ന് ചോദിച്ച ഒരു ചോദ്യം, ഇത്രയധികം വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയിട്ടും അവർ എന്തുകൊണ്ടാണ് ചർച്ചകൾക്ക് വരാത്തത്? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്നാൽ ഇനിയും അതിശക്തമായിട്ട് തന്നെ ഒരു സൈനിക ആക്രമണം നടത്തി നോക്കാം, എന്തൊക്കെയാണ് പുറത്തു വരുന്നതെന്ന് കാണാൻ. ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സൈനിക വിക്ഷേപണ കേന്ദ്രങ്ങൾ അതിവേഗം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് ന്യൂയോർക്ക് ടൈംസ് അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. അതുമാത്രമല്ല, അവരുടെ പല മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻസുകളും അത് ഫേക്ക് ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇന്റലിജൻസ് റിപ്പോർട്ടിംഗിൽ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനെതിരെ ഈ സൈനിക നടപടികൾക്കിടെ പരിക്കേറ്റ അമേരിക്കൻ സൈനികരുടെ എണ്ണം 365 ഉയർന്നതായിട്ട് പെന്റഗൺ പറയുന്നു. അതുമാത്രമല്ല, ഈ പരിക്കേറ്റവരിൽ 247 പേർ ആർമി സൈനികരും അതുപോലെ 63 പേർ നാവികസേനാംഗങ്ങളും 19 പേർ മറീനുകളും അതുപോലെ 36 പേർ എയർ സർവീസ് അംഗങ്ങളുമാണ്. പരിക്കേറ്റ ഭൂരിഭാഗം സൈനികരും ചികിത്സയ്ക്ക് ശേഷം ജോലിയിൽ തിരിച്ചെത്തിയതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ന് വരെ 13 സൈനികരാണ് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇതിൽ 7 പേർ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റിലെ ഒരു ഓപ്പറേഷൻ സെന്ററിന് നേരെ ഇറാൻ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 6 ആർമി റിസർവ് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത്. ഇത് കൂടാതെ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനികനുണ്ടായിരുന്നു. അദ്ദേഹവും പിന്നീട് മരണപ്പെടുകയായിരുന്നു. ബാക്കിയുള്ള 6 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാഖിൽ തകർന്നു വീണ ഒരു അമേരിക്കയുടെ ഒരു റീഫ്യൂലിംഗ് വിമാനത്തിലെ അതിലുണ്ടായിരുന്ന സൈനികരായിരുന്നു. വിമാനം തകർന്നത് ശത്രുപക്ഷത്തിന്റെ ആക്രമണം മൂലമല്ല എന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചതിനാൽ ഇവരെ നോൺ ഹോസ്റ്റൈൽ മരണങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഇന്നലെ ഇറാൻ 2 അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്.